പോവാനേ. ഓ, അവനോട് പോവാൻ പറ മമ്മി. ഒരു അഖില് അവനെയൊക്കെ ആർക്ക് വേണം? എനിക്കെങ്ങും വേണ്ട. അതെന്താ ഇത്ര പെട്ടെന്ന് അവനെ അങ്ങ് വേണ്ടെന്ന് വെക്കാൻ കാരണം? ഇരുട്ട് കാണുമ്പോ പേ പിടിച്ച പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവനെ ആർക്ക് വേണം? പിന്നെ എന്റെ ഡോഗിന് പോലും വേണ്ട. കഷ്ടം. ആ അഖിലിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുക. ഒന്ന് കളിയാക്കാതെ പോ മമ്മി. അതെ, എനിക്ക് എന്റെ വിവേകിനെ കൂടുതൽ ഇഷ്ടം. മമ്മി, എനിക്ക് അവനെ കല്യാണം കഴിപ്പിച്ചതാ. എനിക്കും നീ പറഞ്ഞ അഭിപ്രായം തന്നെയാ. നിന്റെ സംഗീത ഭാവിക്ക് വിവേക് തന്നെയാ നല്ലത്. അല്ല, നിനക്ക് പാടാൻ കഴിവില്ലെങ്കിലും പാടാനുള്ള ആഗ്രഹമുണ്ടല്ലോ. ഒരു ഗായികയ്ക്ക് വേണ്ടത് അത് മാത്രം. എന്റെ മോളുടെ ഏതാഗ്രഹവും ഈ മമ്മി നടത്തിത്തരും. മോള് സമാധാനായിട്ടിരിക്കെ. എന്നുവച്ചേ പപ്പടം കാച്ചുന്ന പോലെ സ്വപ്നം കാണണ്ട. പപ്പടം പൊടിയുന്ന പോലെ സ്വപ്നവും പൊടിഞ്ഞു പോവും. പിന്നെ കണ്ണൻ, ഇക്കാലത്തും നിങ്ങൾക്കൊക്കെ ഇത്ര അന്ധവിശ്വാസമാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. രക്ഷിക്കാൻ കണ്ണൻ അങ്ങോട്ടങ്ങ് വരില്ലേ? ഏത് കണ്ണൻ? ഐശ്വര്യ, ദൈവനിഷേധം എന്റെ മുൻപിൽ വേണ്ട. നിനക്ക് ദൈവവിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കതുണ്ട്. നീ അമ്പലത്തിൽ പോകുന്നതേ ഒരു കടമയ്ക്കായിട്ടായിരിക്കാം, പക്ഷെ ഞങ്ങളെല്ലാം പോകുന്നത് ദൈവത്തോട് നന്ദി പറയാനും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാനുമാ. വാ മോനെ. എന്ത് ചെയ്യാൻ പറ്റുമോ ഈശ്വരടുത്തി? ചിലര് ഞങ്ങൾക്കിട്ട് വെച്ച കൊട്ടേഷൻ അങ്ങ് പൊട്ടിപ്പോയി. അവരുടെ കഷ്ടകാലം. കണ്ണാ, ഈ മൂന്നാർ യാത്ര നീ ഒരുക്കിയതല്ലേ? നീ ഞങ്ങളെ കൊണ്ടുപോയി എല്ലാ പരീക്ഷണങ്ങളും തന്നു. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ അനുഗ്രഹിച്ചു, രക്ഷിച്ചു. ഒടുവിൽ എല്ലാ വിജയങ്ങളും തന്ന് തിരികെ കൊണ്ടാക്കി. സത്യത്തിൽ ആ മൂന്നാറിൽ വെച്ച് അഖിൽ സാറിന്റെ തേരാളിയായിട്ടല്ലേ കണ്ണാ നീ നിന്നത്? നീ ഏത് നേരവും ഞങ്ങളോടൊപ്പം ഇല്ലേ കണ്ണാ? ഒരു നന്ദി പറഞ്ഞ ദേഷ്യം വരില്ലല്ലോ? കേട്ടോ ശ്യാമേ, ഇന്ന് മുതൽ ഞാനും നിന്റെ കണ്ണന്റെ ഭക്തനായിട്ട് മാറുക. ഞാൻ ഈശ്വരവിശ്വാസിയാ. ഭഗവാൻ കൃഷ്ണനെയും തൊഴുതിരുന്നു. പക്ഷേ ഈ മുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന നിന്റെ ഈ കണ്ണന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഞാനതറിഞ്ഞു. പ്രത്യേകിച്ച് ഈ മൂന്നാർ യാത്രയിലൂടെ. പക്ഷെ ശ്യാമേ, ഇത്രയൊക്കെ ദൈവാനുഗ്രഹം തനിക്കുണ്ടായിരുന്നിട്ടും താൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ അപമാനിക്കപ്പെടുന്നു. എന്റെ ഈ പേടി മാറൂ ശ്യാമേ? മാറും. ഈ ശ്യാമ അത് മാറ്റിയെടുക്കും. എന്റെ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും അല്ലേ? എന്താ സംശയം? ഗോവർദ്ധനഗിരി കൈകളിലെടുത്ത ആളാ എന്റെ ഭഗവാൻ. എന്റെ ഭഗവാൻ ഇതൊക്കെ നിസ്സാരമല്ലേ? എനിക്ക് ഇരുട്ടിനോട് പേടിയുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് ഒന്നിനോട് ഒരു പേടിയുമില്ല.
രക്ഷിക്കുമെന്ന് ഉറപ്പുള്ളൊരു ദൈവമല്ലേ എപ്പോഴും കൂടെയുള്ളത്. സർ, നമുക്ക് കിടക്കാം. ഏട്ടാ, അമ്മ വാഷ്റൂമില്ല. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഇതെന്താ പതിവില്ലാതെ 3 പേരും കൂടി രാവിലെ തന്നെ? അമ്മേ, അമൃത ഇവിടെ ഇല്ലല്ലോ, അവള് വീട്ടിൽ പോയിരിക്കല്ലേ. അമ്മയ്ക്കുള്ള ചായ. ആഹാ, അത് ശരി. 3 പേരും കൂടി ജോഗിങ് കഴിഞ്ഞു വന്ന് അടുക്കളയിലും കയറിയല്ലേ? അത് നല്ലതാ. ഭാര്യമാരെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയാ ഒരു ചായയെങ്കിലും തനിയെ ഇട്ട് കുടിക്കാൻ പഠിക്കണം. അല്ല, അതിരിക്കട്ടെ, അമ്മ ചായ കുടിച്ചിട്ടൊന്ന് പറയേ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ടമ്മേ? ഒന്നാം തരം ചായ. എന്താ ടേസ്റ്റ്? ഇങ്ങനത്തെ ചായ ഉണ്ടാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പഠിപ്പിച്ചു കൊടുക്ക. ആ, ഈ ചായ കുടിച്ചപ്പോ ഞങ്ങൾക്കും അങ്ങനെ തോന്നി. നല്ല ബെസ്റ്റ് ചായയാണ്. അതാ അമ്മയ്ക്ക് കൊണ്ടു തന്നത്. അമ്മ മിക്ക ദിവസം ഉണർന്നു കഴിഞ്ഞാൽ കുടിക്കുന്നത് അപ്പച്ച ഉണ്ടാക്കി തരുന്ന വാട്ടച്ചായ അല്ലേ? എന്നാ ഇതൊന്ന് കുടിപ്പിച്ചേക്കാന്ന് ഞങ്ങൾക്ക് തോന്നി. ചായ നല്ലതല്ലേ അമ്മേ? ആ, ചായ ഉഗ്രനാ. നിങ്ങൾ ആരാ ഇതുണ്ടാക്കിയേ? അത് ഞങ്ങള് 3 പേരുമല്ല ഈ ചായ ഉണ്ടാക്കിയത്. പിന്നെ സത്യം പറഞ്ഞേക്കേട്ടാ. അമ്മേ, അതെ, ശ്യാമ ഉണ്ടാക്കിയത് ഈ ചായ. അമ്മേ, എടി വിസ്മയേ, മമ്മി, ഇത് ഞാൻ വിചാരിച്ചത് തന്നെ. വിഷമിക്കാതെ, ഈ മമ്മിയല്ലേ കൂടെയുള്ളത്. ഞാൻ ഇപ്പൊ വഴിയുണ്ടാക്കി തരാം. ഹലോ, ഞാൻ പ്രശസ്ത സംഗീതജ്ഞ അരുന്ധതി. ആ, ഓ, മനസ്സിലായി. പറയൂ മാം. അല്ല, അന്ന് പെണ്ണ് കാണാൻ വന്നിട്ട് വിസ്മയെ കണ്ടിട്ടങ്ങ് തിരിച്ചുപോയല്ലോ. പിന്നീടൊന്നും പറഞ്ഞില്ല. ഓ, സോറി മാം. പിന്നീട് അങ്ങോട്ട് എനിക്ക് വല്ലാത്ത തിരക്കായിപ്പോയി. അതാ പിന്നെ വിളിക്കാത്തെ. മോൻ്റെ ഒരു മറുപടി ഇല്ലാതിരുന്നോണ്ടാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചത്. അപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് ഈ കല്യാണം നടത്തുന്നതിന് 100% സന്തോഷേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്കങ്ങ് പ്രൊസീഡ് ചെയ്താലോ? സന്തോഷം മോനെ, സന്തോഷം.
അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വേറൊരു കാര്യം കൂടി ആലോചിക്കായിരുന്നു. എന്താ മോനെ? ഞാൻ പുതിയൊരു ആൽബത്തിൽ പാടാൻ പോവാ. അപ്പോ എന്റെ കൂടെ വിസ്മയ്ക്ക് പാടാൻ പറ്റുമോ? പാടാനോ? ആ. എന്താ എന്റെ കൂടെ പാടാൻ പറ്റില്ലേ? പിന്നെന്താ, മോള് പാട്ടുകാരിയാണല്ലോ. ചുരുൾ നീർത്തി നിന്നു പിന്നെങ്ങോ മാഞ്ഞുപോയി ദിനമോരോ കിനാവാകെ തേടി നിൻമുഖം രാമുല്ലമെല്ലെ വാർനിലവിൻ കാതില ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കള മലർക്കാലമേ വേറെ ശാഖകൾ. രാമുല്ലമില്ലേ വാർനിലവിൻ കാതില വാർനിലവിൻ കാതില സത്യത്തില് ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താടാ ഇത്ര സസ്പെൻസ്? നീ കാര്യം പറ. അമ്മേ, നമ്മുടെ ശ്യാമ നല്ല ഒന്നാന്തരായിട്ട് പാട്ട് പാടും. ശ്യാമ മുറിയില് ഒറ്റയ്ക്കിരുന്ന് പാട്ട് മൂളുന്നത് ഞാൻ കേട്ടു. അഖിൽ സാർ വെറുതെ പറയുന്നതാ. ഞാൻ പാട്ടൊന്നും പാടില്ല. പടുപാട്ട് പാടാത്ത കഴുത പോലും ഇല്ലെന്നാ ഞാൻ കേട്ടിരിക്കുന്നെ. അമ്മേ, ശ്യാമ ഒരു സംഗീത കുടുംബത്തിൽപ്പെട്ടതല്ലേ, പിന്നെ എങ്ങനെ പാടാതിരിക്കും? അച്ഛൻ സംഗീതജ്ഞൻ, ഏട്ടൻ പുല്ലാങ്കുഴൽ വായനക്കാരൻ. ശ്യാമയ്ക്കും ആ വാസന ഉറപ്പായിട്ടുണ്ടാവും. ഏതായാലും ആ അരുന്ധതി മാമിനെ കൊണ്ട് ശ്യാമയെ സംഗീതം പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ, അത് നല്ല കാര്യം. എന്താ ഈശ്വരടുത്ത് കളിയാക്കിയൊരു ചിരി? ഒന്നുമില്ലേ, ഞാൻ വലിയൊരു തമാശ കേട്ട് ചിരിച്ചു പോയതാ. എന്ത് തമാശ? ഇവൾക്ക് പാട്ട് പാടാൻ അറിയുമെന്നും ഇവൾ അരുന്ധതിയെ പോലെ വലിയൊരു പാട്ടുകാരിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞതാ തമാശ. അത് തമാശ ഒന്നല്ല എഴുതി, എന്റെ ഒരു വാശിയാണ്, ഉറച്ച തീരുമാനമാണ്. സാറ് വെറുതെ പറയുന്ന, ഞാൻ പാടുമൊന്നുമില്ല, എനിക്ക് പാടാനോ അറിയില്ല. ഇവള് സത്യം തുറന്നു പറഞ്ഞില്ലേ? അത് ശ്യാമയുടെ വിനയത്തിന്റെയും എളിമയുടെയും വാക്കുകളാണെന്നാ എന്റെ വിശ്വാസം. ഇവൾക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലാക്കി. ശ്യാമയ്ക്ക് അതിനുള്ള കഴിവും ദൈവാനുഗ്രഹവും ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിനക്ക് ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെ ഒരു സംഗീതജ്ഞയാക്കാൻ പറ്റുമോ? ശ്യാമയിൽ സംഗീതമുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഇവളെ ഒരു നല്ല ഗായികയാക്കും. ഇവൾ ഒരു ഗായികയായിട്ട് കഴിവ് തെളിയിച്ച ഞാൻ ശേഷിച്ച കാലം ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് ജീവിക്കും.
അതെ, എന്റെ അടുത്ത് ഇവിടുത്തെ വീട്ടുവേലക്കാരി അവനെന്നും ഞങ്ങൾ ആരും സമ്മതിക്കില്ല. പക്ഷേ എന്റെ കൃഷ്ണ, ഭഗവാനെ, നിന്റെ ഭക്തയും എന്റെ ഭാര്യയുമായ ശ്യാമയ്ക്ക് വേണ്ടിയാ ഞാനിപ്പോ തൊഴുതു പ്രാർത്ഥിക്കുന്നത്. എന്റെ ശ്യാമയെ അവിടുന്ന് അവളെ അനുഗ്രഹിക്കണം. സ്വതവേ ഒരു നാണം കുണിങ്ങിയാണ് ശ്യാമ. അവളുടെ നാണവും പേടിയൊക്കെ അവിടുന്ന് ഒന്ന് മാറ്റി തരണം. എന്ത് ചെയ്യുന്നതിനും അവിടുന്ന് അവൾക്ക് ധൈര്യം കൊടുക്കണം. അവൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവളാണെന്ന് അവിടുന്ന് അറിയാലോ. അതുകൊണ്ടായിരിക്കാം എല്ലാവരും എന്റെ ശ്യാമയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന. അങ്ങനെയുള്ളവർക്ക് നേരെ പ്രതികരിച്ച് നിൽക്കാനുള്ള ശക്തി കൂടി അവൾക്ക് നീ കൊടുക്കണം. മാത്രമല്ല, അവൾ ഇന്ന് തൊട്ട് സംഗീത പഠനം ആരംഭിക്കുകയാണ്. അതിന് ഭഗവാന്റെ എല്ലാവിധ കൃപാവരങ്ങളും ഉണ്ടായിരിക്കണം. ഇതെന്താ അഖിൽ സാർ പ്രാർത്ഥിക്കുക? എന്താ ശ്യാമേ, എനിക്ക് പ്രാർത്ഥിച്ചൂടെ? സാർ ഇങ്ങനൊന്നും പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടാ സാർ. അവരൊക്കെ വളരെ നന്മയുള്ളവരായിരിക്കും. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഈ അമ്പാടി കണ്ണൻ ഇനി തന്റെ മാത്രം ദൈവമാണോന്ന്. ഈ കണ്ണൻ എന്റെ മാത്രം ദൈവോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിലെ എല്ലാവരുടെയും ദൈവ. പക്ഷേ കണ്ണന് തന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, അതെനിക്കറിയാം. എടോ, ഞാൻ ഇവിടെ വന്ന് ഈ കണ്ണന്റെ മുന്നിൽ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയാ. തന്റെ കണ്ണന്റെ ഓടക്കുഴൽ നാദം പോലെ താൻ പാടുന്നതും എനിക്കെന്റെ കാതുകൊണ്ട് കേൾക്കണം. അതിനാ ഞാൻ പ്രാർത്ഥിച്ചത്. മനസ്സിലായോ? മനസ്സിലായി സാർ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷം കൊണ്ടേ എന്റെ ഉള്ളു ഇതുമ്പ. താൻ പാടോടോ, മനോഹരമായിട്ട് താൻ പാടും. ഞാൻ പാടും സർ. ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യരിൽ ചിലർ ആ അനുഗ്രഹം തട്ടിയെടുത്തു പോയി സർ. മാഡം, പിന്നെന്തിനാ ഈ പാട്ട് പഠിപ്പിക്കൽ അഭ്യാസം? എനിക്കറിയില്ല. വിസ്മയ്ക്ക് റെക്കോർഡ് ചെയ്യാനുള്ള പാട്ട് ഞാനൊന്ന് മോളി നോക്കിയായിരുന്നു. അത് അഖിൽ സാർ കേട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. മാഡം, ഇല്ല, ഞാൻ ആണായിട്ട് പറഞ്ഞു സാറിനോട് ഞാനല്ല മോളിയെന്ന്. ആ സംശയത്തിലാ സാറിന്റെ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതാകെ കുഴപ്പമായല്ലോ. മാഡം പേടിക്കണ്ട. മാഡം എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ പാട്ട് പഠിപ്പിക്കുമ്പോ പാട്ടൊക്കെ ഞാൻ തെറ്റിച്ച് പാടിക്കോളാം. അതപ്പോ അവർക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവാത്ത മട്ടില് ഞാൻ തെറ്റിച്ച് പാടിക്കോളാം. അങ്ങനെ ചെയ്തിരിക്കണം. ഉറപ്പായിട്ടും മാഡം, ഉറപ്പ്. റെക്കോർഡിങ്ങിനായി ഞാൻ അയച്ചു തന്ന പാട്ട് നീ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ശരി മാഡം. ദേ, എന്തെങ്കിലും വേലവയ്പ് എന്നോട് ഇറക്കാൻ നോക്കിയാ നിന്നെ മാത്രമല്ല, നിന്റെ ആ ദാരിദ്ര്യം പിടിച്ച തള്ളയും തന്തയും എല്ലാത്തിനും ഞാൻ നശിപ്പിച്ചു കളയും. മനസ്സിലായോടി? സപ്തസ്വരങ്ങളൊക്കെ അറിയാമോ? അറിയാം. എന്നാ തുടങ്ങാം.
ചൊല്ലി പഠിച്ചോ. പാടിയേ. സാ അങ്ങനെയല്ല. ഒന്നുകൂടി. പാട്. സാ സാ പാ പാ സാ പാട്. സാ അവിടെയല്ല, ഇവിടെ പാട്. ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയൊക്കെ ഇനി എന്ത്? ഇവളാ കസേരയിൽ കയറി ഇരുന്നു കഴിഞ്ഞില്ലേ? ഇവള് ലോകത്തിന്റെ വാനമ്പാടിയായിട്ട് മാറും. ഒന്നുകൂടി നോക്കാം. പാടിയേ. സാ രി. പണി മുടക്കും. പാടാൻ നടക്കുന്നു. മനുഷ്യനെ വെറുതെ വിളിച്ച് കളിയാക്ക. ശ്യാമേ, തന്നെ ടെൻഷനാക്കാനോ കരയിപ്പിക്കാനോ അല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. കരയാതെ ശ്യാമേ. നല്ല താളബോധവും മധുരമായ ഒരു സ്വരവും ഉള്ളപ്പോ താൻ പാടുമെന്ന് എനിക്ക് തോന്നിപ്പോയി. തനിക്ക് പാടാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് പാടാൻ കഴിയും സർ. ഞാൻ പാടും. ദൈവം എനിക്ക് തന്ന കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. കരയില്ലേ ശ്യാമേ, കരയില്ലേ. താൻ കരയുമ്പോ എനിക്ക് എന്റെ ഉള്ളിൽ കൊള്ളുകയാ. അങ്ങനെ എന്തിനും ഏതിനും താങ്ക്സ് പറഞ്ഞാലേ താങ്ക്സ് സാർ എന്നൊരു വട്ടപ്പേര് വന്ന് വീഴും. അതേതായാലും കലക്കി. എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനെന്ന്? എന്താ ഐശ്വര്യ ഇത്? ഞങ്ങൾക്ക് ഈ വീട്ടിൽ ചിരിക്കാൻ പാടില്ലേ? ഞങ്ങളോ? ഏത് ഞങ്ങള്? അത് ശരി, ഇതിനാണല്ലേ രാത്രികാലങ്ങളിൽ ഇവളെ കൊണ്ട് ഭക്ഷണം വിളമ്പിച്ച് കഴിക്കാൻ വരുന്നത്. ഐശ്വര്യ, ഇതെനിക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇടി, നിലവിൽ ഒരുത്തനുണ്ടായിരിക്കെ എന്റെ ഭർത്താവിനെ കൂടെ വശീകരിച്ചെടുക്കണോടി നീ?
നിങ്ങളെന്നെ തല്ലിയല്ലേ? അനാവശ്യം പറഞ്ഞോ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ശ്യാമ എന്റെ കുഞ്ഞ് അനുജത്തിയാ, അതറിയാമോ നിനക്ക്? ശ്യാമയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. ഏട്ടത്തി, മിണ്ടരുത് നീ. എന്റെ കുടുംബം തകർക്കാൻ നടക്കുന്നു. അയ്യോ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം. ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കും. ആ അമ്മ ശ്യാമയുടെ കാര്യം വരുമ്പോൾ മാത്രം മറ്റൊരു നിലപാടെടുക്കുന്നത് എന്തിനാണെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് അമ്മയെ പിടികിട്ടാത്തത്. അതിന് സൈക്കോളജിക്കലായിട്ട് ഒരു കാര്യമുണ്ട് ഏട്ടാ. അതും എനിക്കറിയാം. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ എനിക്ക് വയ്യ. പ്രിയപ്പെട്ട മകനായ നിന്റെ ശത്രു ഇരുട്ടിനെ അമ്മ വെറുക്കുന്നു. അതാണ് സത്യം. അതിന്റെ പേരിൽ കറുത്ത നിറമുള്ള എല്ലാവരെയും അങ്ങ് വെറുത്താൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാനാവും? എങ്കിൽ പിന്നെ കാർവർണ്ണനായി ഭഗവാൻ കൃഷ്ണനെ വെറുക്കണ്ടേ? ഏതായാലും അല്പം മുമ്പ് നടന്ന ആ സംഭവത്തില് അമ്മ അങ്ങനെ ഒരു നിലപാടെടുത്തോണ്ട് ഐശ്വര്യടത്തി അങ്ങ് ഒതുങ്ങിപ്പോയി. ശരിയാ, ഈ ഐശ്വര്യയുടെ സ്വഭാവം ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എനിക്ക് നമ്മുടെ കൂടപ്പുറപ്പിന്റെ കാര്യം ഓർത്ത സങ്കടം. അവൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ സഹിക്കാൻ എന്റെ അനിയൻ. എങ്ങനെ സഹിക്കാനാവൂട്ടാ? ഇങ്ങനെ നെഗറ്റീവായ ഒരു കഥാപാത്രത്തെ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനെയൊക്കെയാ വളർത്തു ദോഷം എന്ന് പറയുന്നത്. ഐശ്വര്യയുടെ കാര്യത്തിൽ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് മാതാപിതാക്കളെ. അവർക്ക് അഹങ്കാരമാണ് ഏട്ടാ, അഹങ്കാരം. വലിയ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി ലാളിച്ച് വളർത്തി കാണാം. അതാ വളർന്നു വന്നപ്പോ മറ്റുള്ളവരോട് ഇങ്ങനെ ഈഗോ. ഏതായാലും വന്ന് വീണത് ഇവിടെ ഏട്ടന്റെ തലയിലല്ലേ. വല്ലാത്തൊരു കഷ്ടകാലം. വരട്ടെ. ഐശ്വര്യടുത്തി പറഞ്ഞതൊക്കെ ഓർത്ത് വിഷമിക്കാണോ താൻ? പറയേ, എന്താ താൻ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നില്ല സർ. എനിക്ക് പേടിയാവുക. പേടിക്കണ്ടടോ, ഞാനില്ലേ തനിക്ക്. എന്നാലും അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയില്ലേ സർ? വിട്ട് കളയടോ. ആ സ്ത്രീ നല്ലവനും സ്നേഹസമ്പന്നനുമായ എന്റെ ഏട്ടന്റെ ഭാര്യയായിപ്പോയി. എന്തു ചെയ്യാം? ഒരു വല്ലാത്ത ക്യാരക്ടറാ. അവരോട് അടുക്കാതിരിക്കാണ് എളുപ്പമാർഗം. അല്ലെങ്കിൽ ഇതുപോലെ ചെളി തെറിപ്പിക്കും. പക്ഷേ അടുത്ത് കാണാതെയൊക്കെ ഇവിടെ എങ്ങനെ ജീവിക്കാനൊക്കും? ഇതൊരു കൂട്ടുകുടുംബമായി പോയില്ലേ? ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല സർ. എനിക്കറിയാൻ ശ്യാമേ, ആർക്കും വിഷമം ഉണ്ടാക്കും. ഇതിന് സ്വയം ആശ്വാസം കണ്ടെത്തുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ചീത്തയായ മനസ്സുമായിട്ട് ജീവിക്കുന്നവരെ നമ്മള് ആ നിലയിൽ കണ്ട് അങ്ങ് വിട്ടേക്കണം. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോ അച്ഛൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തും. താൻ കിടന്നോളൂ. കിടന്നു. മുഖത്ത് കുറച്ചുകൂടെ ഭാവം വരണം. വിവേക് കണ്ട നീയാണ് പാടുന്നതെന്ന് അവന് തോന്നണം. എങ്ങനെയാ മമ്മി ഈ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്യുന്നത്? വിവേക് സ്റ്റുഡിയോയിലുള്ളപ്പോ അവളെ കാണില്ലേ? അത് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. അതിന് ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. കൺസോൾ റൂമിലിരിക്കുന്ന വിവേക് ബൂത്തിൽ നിന്ന് പാടുന്നതായി അഭിനയിക്കുന്ന നിന്നെ മാത്രമേ കാണാവൂ. അപ്പോ ശ്യാമയോ? അവളെ സ്റ്റുഡിയോയുടെ മറ്റൊരു റൂമിൽ നിർത്തും. അത് വിവേകിന് കാണാൻ പറ്റാത്ത റൂമായിരിക്കും. അപ്പോ വേറൊരു പ്രശ്നമുണ്ടല്ലോ മമ്മി. എന്തു പ്രശ്നം? അല്ല, ശ്യാമയെ ഒളിപ്പിച്ചു നിർത്തി പാടിക്കണമെങ്കിൽ അതിപ്പോ റെക്കോർഡിസ്റ്റ് കൂടി അറിയണ്ടേ? എടി മണ്ടി,
ഈ പറയുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഉടമയും റെക്കോർഡിസ്റ്റും ഒരാളാ, ആഷിഖ്. മോളെ ശ്യാമേ, മോളെ എഴുന്നേക്ക്. ഇവള് നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക്. മോളെ ശ്യാമേ, ഏട്ടാ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ഏട്ടാ, ഇന്ന് രാത്രി കൊണ്ടങ്ങ് കുറഞ്ഞോളും. ഏയ് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കണ്ട, വന്നേ. വേണ്ട ഏട്ടാ, പനി കുറഞ്ഞോളും. എഴുന്നേക്ക്, ഞാൻ വണ്ടി ഇറക്കാം, നീ ശ്യാമെ കൂട്ടിക്കൊണ്ടു വാ. ഏട്ടാ വേണ്ട, വേണ്ട ഏട്ടാ, ഹോസ്പിറ്റലൊന്നും എനിക്ക് പോണ്ട. എനിക്ക് ഒരു ഗുളിക വല്ലതും തന്നാ മതി. പനിയുടെ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇത് കുറയുന്ന തോന്നുന്നില്ല മോളെ. സർ, ആ ഗുളിക എടുത്തു കൊടുക്ക്. ഏട്ടാ, ഇതുകൊണ്ട് കുറഞ്ഞോളൂ. മോളെ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ചിലപ്പോ ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. നമുക്ക് കുറയുമെന്ന് നോക്കാം ഏട്ടാ. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇവളിങ്ങനെ വാശി പിടിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഗുളിക അങ്ങോട്ട് ചെന്നല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഇനി കൂടുകയാണെങ്കിൽ നമുക്ക് ഇവളുടെ അഭിപ്രായം ചോദിക്കണ്ട കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോണം. ശരി ഏട്ടാ. അമൃത ഇവിടെ ഇല്ലാത്ത ദിവസമായി പോയല്ലോ. ഏട്ടാ, ഏട്ടൻ വിഷമിക്കണ്ട, എനിക്കൊന്നുമില്ല. മോള് വിഷമിക്കണ്ട. ഓക്കെ, ഒന്നും വരില്ല. നിനക്ക് ഞങ്ങളെ കൂടാതെ ദൈവവും കാവലുണ്ട്. സമാധാനമായിട്ട് കിടന്നു. ആ ഐശ്വര്യം ഒറ്റ വരുത്തിയതിന് കാരണം കുട്ടി പേടിച്ചു പോയതാ. ആ ആക്കി, ഇനി കൂടുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചോണം. വിളിക്കേട്ടാ. ആക്കി, AC ഓൺ ചെയ്ത് ഈ കുട്ടി ഇങ്ങനെ നിലത്ത് കിടക്കുന്നോണ്ടാ അവള് കിടന്ന് വിറയ്ക്കുന്നത്. അവളെ വിളിച്ച് കട്ടിലേക്ക് കിടത്തിക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? കയറി കിടന്ന് കേട്ടില്ല. ശ്യാമേ, എണീക്ക്. കുഴപ്പമില്ല സർ, ഞാൻ ഇവിടെ കിടന്നോളാം. ഇല്ല, എഴുന്നേറ്റ് കട്ടിലേക്ക് കിടക്ക്. കുഴപ്പമില്ല സർ, ഞാൻ ഇവിടെ എഴുന്നേക്ക് ശ്യാമേ. വന്നേ. ഓ, വിസ്മയെ വിളിച്ചില്ലല്ലോ. മമ്മി, ദേ ഫോൺ. വിവേകാണല്ലോ. ഹലോ മോനെ വിവേക്. ആന്റി, ഞാനിവിടെ വന്നിട്ടുണ്ട്. നാളെയാ റെക്കോർഡിംഗ്. രാവിലെ തന്നെ സ്റ്റുഡിയോയിൽ എത്തുമല്ലോ അല്ലേ? കൃത്യമായിട്ട് എത്തിക്കോളാം മോനെ. ഓക്കെ, ശരി. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, ആ ശ്യാമേ. മമ്മി, അവള് വരാതിരിക്കോ? ദൈവമേ, എന്റെ കൃഷ്ണ, ഇവരെന്റെ ജീവിതം തകർക്കുമല്ലോ. മാഡം. എടി, നാളെയാ റെക്കോർഡിംഗ്. കൃത്യം 10 മണിയാകുമ്പോ ഞാൻ പറയുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് നീ വരണം. മാഡം, ഇത്രയൊക്കെ മുന്നറിയിപ്പ് തന്നിട്ടും എന്തടി, ഒഴിവ് കഴിവ് പറയാനുള്ള ശ്രമമാണോ? മാഡം, എനിക്ക് പനിയാ. അതൊരു വിധം ഭേദമായിട്ട് വരുന്നതേ ഉള്ളൂ. പനിയല്ല, ചിലപ്പോ കോവിഡ് വരെ വരും. അതൊക്കെ മനുഷ്യർക്ക് വരാറുള്ള രോഗങ്ങളാ. ഇങ്ങോട്ട് അത് പറഞ്ഞ് എന്നെ നീ വരട്ടാൻ നോക്കാണോ? രാവിലെ 10 മണിയാകുമ്പോ നീ സ്റ്റുഡിയോയിൽ ഉണ്ടാവണം. മാഡം, എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാതെ, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് കാൽക്കൽ വീണ്
വെറ്റിലയും പാക്കും വെച്ച് തൊഴണോ? അതാണോടി വേണ്ടത്? കൃത്യസമയത്ത് തന്നെ നീ അങ്ങ് എത്തിയിരിക്കണം. അരുന്ധതിയുടെ തനി സ്വഭാവം നിനക്കറിയാലോ. അതെന്നെ കൊണ്ട് നീ എടുപ്പിക്കരുത്. വരും മാഡം. ദാ വിസ്മയ ഇവിടെ നിന്നാണ് പാടുന്നതായിട്ട് അഭിനയിക്കേണ്ടത്. ദാ ഇവിടെ വിവേക് സാറും മറ്റുണ്ടാവും. നിങ്ങൾ വാ. വരൂ. പാടുന്ന ആള് ദാ ഈ ബൂത്തിൽ നിന്നാ മതി. കൺട്രോൾ റൂമിലിരിക്കുന്ന റെക്കോർഡിസ്റ്റിനും ഗായികമാർക്കും പരസ്പരം കാണാലോ. വാ വരൂ. അങ്ങോട്ടിരുന്നോളൂ. മമ്മി, അവൾ ഇതുവരെ വന്നില്ലല്ലോ. അവള് നമ്മളെ ചതിക്കോ? അമ്മ ചായ. ഒരാള് മുറിയിൽ പനിച്ചു കിടക്കുന്നു പറയുന്നു. ഇവിടെ അവളുടെ ആൾ അമൃതയാ. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയിരിക്കുക. ഇവിടിപ്പോ മറ്റാരും ഇല്ലാത്ത സ്ഥിതിക്ക് തിരക്കില്ലെങ്കിൽ പ്രശ്നാവോ? എന്ത് പ്രശ്നം? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ ആ മുറി കിടന്ന് ചത്തുപോകുന്നാണോ അമ്മ കരുതുന്നേ? അമ്മേ, അവക്കൊരു പനിയുമില്ല, ചുമയുമില്ല. ഒക്കെ ഒരു തട്ടിപ്പോ, വെറും തട്ടിപ്പ്. അഖിയുടെയും ഏട്ടന്മാരുടെയും അച്ഛന്റെ ഒക്കെ സ്നേഹം കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു തരം സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ഇവള് വെറും ലോ ക്ലാസ് തരികടയാണമ്മേ. മറ്റുള്ളവരെ പറ്റിക്കാൻ ഇവളെപ്പോലെ മിടുക്കുള്ള മറ്റാരും ഈ ഭൂമിയിലില്ല. അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്ത് ചെയ്യാം, എന്റെ മോന്റെ തലയിൽ വന്ന് പെട്ടുപോയില്ലേ. സഹിക്കാതെ തരവില്ലല്ലോ. സഹിക്കരുത്. ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അടിച്ച് പുറത്ത് കളയണം അവളെ. പനിയുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും. വെറുതെ മറ്റുള്ളവർക്ക് കൂടി അത് പകർത്തരുത്. പകരാൻ പനി ഉണ്ടായിട്ട് വേണ്ടേ അമ്മേ? എനിക്ക് അസുഖം കുറഞ്ഞമ്മേ. പിന്നെ ഞാനൊരു സ്ഥലം വരെ പോവാ. എവിടെ? അതും പോകുന്ന സ്ഥലം അറിയില്ലേ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവാ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. നീ ഏത് നരകത്തിൽ പോയാലും എനിക്കൊന്നുമില്ല. എന്റെ അനുവാദം കിട്ടിയിട്ട് നീ പോകുകയും വേണ്ട. അച്ഛൻ എന്നെ കാത്തു നിൽക്കുക. ഞാൻ പോയിട്ട് വരാം. കണ്ടില്ലേ അവളുടെ ധിക്കാരം കണ്ടില്ലേ? അമ്മയുടെ അനുവാദമൊന്നും വേണ്ട, ഞാൻ പോകുന്നില്ലേ അവളെ കാണിച്ചതിന്റെ അർത്ഥം? എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് ആര് ചോദിക്കാൻ ഇവളോടൊക്കെ? അവഗണിച്ചതിനെയൊക്കെ ഞാൻ പരിഗണിക്കുന്ന എന്തിനാ? എന്നാലും ഇളയ മകന്റെ ഭാര്യയല്ലമ്മേ. ഇവളിങ്ങനെ നാട്ടിലുടനീളം പറന്നു നടന്ന് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച അതിന്റെയൊക്കെ കുറച്ചില് നമ്മുടെ വീടിനാ. ഇതൊരു കൂട്ടുകുടുംബ. ചെളി തെറിക്കുന്നതേ ഒരാളുടെ മാത്രം മേത്തോട്ടല്ല, എല്ലാവരുടെയും മുഖത്തോട്ടാ. ഈ ഒരു കല്യാണത്തോടെ തന്നെ എന്റെ അന്തസ്സും അഭിമാനമൊക്കെ തകർന്നില്ലേ മോളെ? എനിക്കിപ്പോ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാ. അമ്മ,
ഒന്നുകിൽ ഇവൾ ഇതിനകത്ത് തളച്ചിടണം, അല്ലെങ്കിൽ അടിച്ച് വെളിയിൽ തള്ളി ചാണകം തളിക്കണം. എന്നാലേ ആനന്ദ നിലയത്തിന്റെ അന്തസ് ബാക്കിയുള്ളതെങ്കിലും നിലനിൽക്കൂ. അഖി ഒരു ഉറച്ച നിലപാട് എടുത്തു പോയില്ലേ മോളെ? എന്ത് നിലപാട്? പെറ്റമ്മ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? അമ്മ സ്നേഹം കൊണ്ട് അവനെ തടവിലാക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ ഇവളെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതേ ഇനി രക്ഷയുള്ളൂ. ഹലോ, ഞാന് ജയന്തി, ശ്യാമയുടെ നാത്തൂൻ, ഇണ്ടംപരത്തിലെ ജയന്തി. ജയന്തിയോ? അതെ, ജയന്തി. ശ്യാമയുടെ നാത്തൂൻ ജയന്തിയാ? എന്തിന്? ഇങ്ങോട്ട് മോഷ്ടിക്കാൻ വരട്ടെ എന്ന് ചോദിക്കാനാണോ? ഐശ്വര്യ. ആ, എന്താ ജയന്തി? കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നില്ലേ, ശ്യാമ വന്നോന്ന് ചോദിച്ച്? ആ, വിളിച്ചിരുന്നു. ഞാൻ ആ സമയത്തെ അത് കേട്ടതുകൊണ്ടാ പറയുന്നേ. ഒന്നും തോന്നല്ലേ? എന്തു തോന്നാൻ? ജയന്തി പറയാനുള്ളത് പറയൂ. ശ്യാമ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞതും അവൾ ഇങ്ങോട്ട് വരുന്നു എന്ന് അച്ഛൻ പറഞ്ഞതും ഒക്കെ അത് വെറും പച്ച കള്ളവാ. അവൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇനി വരികയേയില്ല. ഈ പ്രായമുള്ള മനുഷ്യര് പോലും ഇങ്ങനെ കണ്ണു പൊട്ടുന്ന നുണ പറയുന്ന കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും പറഞ്ഞത് നന്നായി ജയന്തി. നിങ്ങളെപ്പോലുള്ള സത്യസന്ധരായ മനുഷ്യരെടുത്തേ കള്ളം പറയുന്നതൊക്കെ ചതിയ. ഞങ്ങൾ ഇണ്ടംപരത്തി തറവാട്ടുകാര് ആരോടും നുണയും പരദൂഷണമൊന്നും പറയില്ല എന്ന് വയ്ക്കട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന് എന്തൊരാശ്വാസം.